ഹലോ, നമസ്കാരം. ഇന്നത്തെ ഐറ്റം ഒരു ഇടിയപ്പമാണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇന്നത്തെ ഇടിയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അരിഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ തന്നെ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനോട് പാകത്തിനൊരു ചട്നിയുടെ റെസിപ്പിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഗോതമ്പ് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടൊരു പാത്രം വെക്കുക. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏത് ഗോതമ്പ് പൊടിയായാലും വിരോധമില്ല കേട്ടോ. അതിനെ നന്നായി ഒന്ന് ചുവക്കുന്നവരെ ചെറിയ തീയിൽ വെച്ചിട്ട് ചൂടാക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കരുത് കേട്ടോ. ഇപ്പൊ കണ്ടോ, നല്ലൊരു ഫ്ലേവറൊക്കെ വരും. നല്ല മണമാണ് കേട്ടോ ഈ ഗോതമ്പ് വറുത്ത് വരുമ്പോൾ. ഇപ്പൊ ഏകദേശം ആയിട്ട് ഇത് തണുക്കാനായിട്ട് നമുക്ക് വെക്കാം. അപ്പൊ അത് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെക്കുന്നത് കുറച്ച് വെള്ളം, അതിലേക്ക് ഉപ്പും കൂടിയിട്ട്, ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് കുറച്ച് വെള്ളം വെക്കുക. ഒരു 2.5-3 കപ്പ് വരെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ 1 കപ്പ് മാവിലേക്ക് നമുക്ക് ഒഴിക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പം കുറച്ചായിട്ട് ആ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെള്ളം ഒഴിക്കണം. തണുത്തിട്ട് ഒഴിക്കരുത്. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നന്നായി ഇടിയപ്പത്തിനെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. എനിക്കൊരു 2 ഗ്ലാസോളം, 1 കപ്പ് ഗോതമ്പ് മാവിന് ഏകദേശം 2 കപ്പ് വെള്ളം, തിളച്ച വെള്ളം ഉപയോഗിക്കേണ്ടി വന്നു കേട്ടോ. തിളച്ചുകൊണ്ടിരിക്കുന്നതാണ് ഉപയോഗിക്കേണ്ടത്. ഇത് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന അത്ര പോലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇത് കുഴച്ചെടുക്കാനായിട്ട്. തിളച്ച വെള്ളം ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ളൊരു ഇത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൈകൊണ്ട് അതിനെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. വെള്ളം പോരായെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പിന് ഏകദേശം എനിക്ക് ഒരു 1.25 മുതൽ 2 കപ്പ് വരെ വെള്ളം ആവശ്യം വന്നു. ഇത് കണ്ടോ, ഇതിന്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. അപ്പം നമുക്കിനി ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിനായിട്ട് ഇടിയപ്പത്തിന്റെ ചില്ലി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇടിയപ്പത്തിന്റെ സ്റ്റാൻഡിൽ ഞാൻ എണ്ണയൊക്കെ തേച്ച് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിലേക്ക് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാവ് ടൈറ്റായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ വെള്ളം ചേർക്കാം കേട്ടോ. തിളച്ച വെള്ളം ചേർക്കണമെന്ന് മാത്രം. ഇപ്പൊ ഇതൊക്കെ പിഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായി വന്നു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളതും റെഡിയാക്കി എടുക്കാം. ഇതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പൊ അതിനായിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വെച്ചതാണ്. അപ്പൊ ഒരു അടച്ച് വെക്കാം. നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നല്ല വിസിലൊക്കെ വന്ന നന്നായി ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കാം. ഇപ്പൊ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ എപ്പോഴും പാത്രത്തിലേക്ക് മാറ്റാൻ പാടുള്ളൂ. അപ്പോഴേ അത് നന്നാവുള്ളൂ. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഈ ഗോതമ്പിന്റെ ഇതായിട്ടുള്ളത് വന്നിട്ടുണ്ട്. അപ്പൊ ഡയറ്റുള്ളവർക്ക് എണ്ണയൊന്നും അധികം ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ് കേട്ടോ. ഇത് കണ്ടോ, നന്നായി ഒട്ടുമൊട്ടാതെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന് പാകത്തിന് ഒരു അടിപൊളി ചട്നിയും കൂടി ഉണ്ടാക്കാം. അപ്പൊ ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം ചനാദാൽ, നമ്മുടെ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നന്നായി ചൂടാവണം, കരിയരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 4 ചുവന്ന മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മുളകിന് ഒട്ടും എരിവില്ല കേട്ടോ. അപ്പൊ അത് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കത് കുക്കായി കിട്ടും. അപ്പൊ എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 സെക്കൻഡ് ആക്കുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പൊ ഇതായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ ഒരു മിക്സ്ഡ് ബ്ലെൻഡറിലേക്ക് ഞാനൊരു കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിട്ടുള്ള ഈ കടലപ്പരിപ്പും മുളകും, ചുവന്ന മുളകും കൂടി ഉള്ളതും കൂടി ഇടാം. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എണ്ണ ഇല്ലാതെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. എണ്ണ ഇതിലേക്ക് ആവശ്യമില്ല. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ നന്നായി അരച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് ആ കടലപ്പരിപ്പൊക്കെ നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം കേട്ടോ. കുറച്ച് വെള്ളത്തോടു കൂടിയാണ് എപ്പോഴും ഇടിയപ്പത്തിനൊക്കെ കഴിക്കുമ്പോൾ ചട്നി നല്ലതല്ലേ. ഇത് ദോശയുടെ കൂടെയും പറ്റിയ ചട്നിയാണ് കേട്ടോ. ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ ഈ ചട്നി സൂപ്പർ ഒരു കോമ്പിനേഷനാണ്. അപ്പൊ ഞാൻ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടാം. അതിനായിട്ട് ഇതേമാതിരി തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണയൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായി ഒന്ന് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോഴുള്ളൊരു ഫ്ലേവർ തന്നെ ഭയങ്കര സംഭവമല്ലേ. അപ്പൊ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂണോളം ഉഴുന്നപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നപ്പരിപ്പും ചട്നിയിൽ അത് കടിക്കാൻ നല്ല ടേസ്റ്റാ. കുറച്ച് കരിവേപ്പിൻ്റെ ഇല, പിന്നെ ഒരു ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഓഫ് ചെയ്തതിന് ശേഷം ഇപ്പം ഇതാ ആ ഉഴുന്നപ്പരിപ്പൊക്കെ നന്നായി കടിക്കാൻ നല്ല രസാട്ടോ. അപ്പം അതായിട്ടുണ്ട്. ഇനി അതിനെ നമ്മുടെ ചട്നിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി. കണ്ടോ, ആ ഒഴിച്ചു കൊടുത്തതിൻ്റെ മണം. അപ്പൊ ഈ ഗോതമ്പ് ഇടിയപ്പം ഈ ചട്നിയും കൂടി ഒരു സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. വേണമെന്നുള്ളവർക്ക് വളരെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം. നമുക്ക് ഈ ഇടിയപ്പത്തിന്റെ പൊടി വറുത്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ.
അപ്പം നമുക്കിനി അടുത്ത റെസിപ്പിയിൽ വീണ്ടും കാണാം. ഇന്നത്തെ റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യം കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.